വിജയൻ, ജയരാം, ശീലാവാസി, സുഹൃത്തുക്കൾ, നമ്മുടെ നാരായണൻ ഒരിക്കൽ സ്വാഗതം പറഞ്ഞ് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് നിശ്ചലത്. സഞ്ജയന്റെ ഒരു പഴയ തമാശ എന്താ, ഒരാളൊരു ഓഫീസിൽ വന്നപ്പോ പറഞ്ഞു, ഞാൻ ഇന്ന സംഘടനയുടെ പ്രസിഡന്റാണ്, ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞു. മറ്റേ പറഞ്ഞു, ഞാൻ മറ്റേ സംഘടനയുടെ സെക്രട്ടറിയാണ്, ടേക്ക് വൺ മോർ സീറ്റ്. ഒരിക്കൽ സ്വാഗതം പറഞ്ഞു, നിങ്ങൾ കൈയടിച്ചു, ഞാൻ എണീറ്റ് തന്നു. അത് കഴിഞ്ഞ് നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ട് നാരായണൻ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് നിശ്ചണ്ട, ടേക്ക് വൺ മോർ സീറ്റ്. അപ്പോ ജയരാമൻ മാഷ്, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഒരു തമാശ ഉള്ളത്, മനുഷ്യൻ 3 ജാതിയാണ്, ആണ്, പെണ്ണ്, മാഷ്. അല്ലേ? ബസ്സില് ഒന്ന് മുന്നോട്ട് നിൽക്കണം എന്ന് ഒരിക്കൽ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് നിൽക്കുക മാഷെ എന്നാണ് മലബാറിൽ പറയുന്നത്. അത് തിരുവിതാംകൂറിലാകുമ്പോ എന്താ ആശാനെ ഒന്ന് മുന്നോട്ട് നിൽക്കുന്നു, മാഷോ ആശാനോ മാത്രമേ ഇങ്ങനെയൊക്കെ മര്യാദ ഇല്ലാതെ പെരുമാറുള്ളൂ എന്ന് ഏതാണ്ട് തീർക്കേണ്ടതാണ്. അതുകൊണ്ട് ജയരാമൻ തെറ്റിദ്ധരിക്കണ്ട, മാഷെന്ന് വിളിക്കുന്നതൊക്കെ വലിയ. അപ്പോ എനിക്ക് വാസ്തവമായും ഇങ്ങനെ ഈ വിദൂരസ്ഥമായ ഈ പ്രദേശത്ത് ഞാന് ഇങ്ങനെ ഒരു അകലെ മലയാളികളെ ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോഴുള്ളൊരു വാസ്തവമായ ആനന്ദം, ഞാൻ അതിന്റെ പേരിലാണ് വാസ്തു നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽക്കുന്നത്. 5ാം ക്ലാസ്സിൽ ഞാൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിച്ച വാക്യം മേരാ ബച്പൻ എന്നാണോ മേരി ബച്പൻ എന്നാണോ പറഞ്ഞപ്പോ മറന്നുപോയി. ബച്പൻ പോർബന്ദർ മേ ഹി ബീത. ബഷീർ പറയും ഹിന്ദി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ്? അതിൽ പുല്ലിങ്ങും സ്ത്രീലിംഗും ഉണ്ട്. ഇതെങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാന്ന് വിചാരിച്ച് ഞാൻ പൂനെയിലായിട്ട് പഠിച്ചു. അപ്പൊ എന്ത് പറ്റി? ആണും പെണ്ണും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം മീശയാണ്, മൂഞ്ചുന്നതിന് വാക്ക്, അത് സ്ത്രീലിംഗാണ് ഹിന്ദിയിൽ, അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് വെച്ചാൽ. മേരാ ബച്പൻ എന്നാണോ സുന്ദരകുമാരി ചൗഹാന്റെ കവിത പഠിച്ചതിൽ എന്താണ്? യാദ് തുമാരി ആത്തി. ഹാ, പണ്ഡിറ്റുകൾ ഇരിക്കുന്നു അവിടെ. പോർബന്ദർ, രാജ്കോട്ട്, ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഏതാണ്ട് ലോകം മുഴുവൻ അത് ഗാന്ധിയാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് എന്റെ ഭാഷക്കാരോട് സംസാരിക്കുകയാണ് എന്നുള്ള വളരെയധികം ഒരു അഭിമാനത്തോടും ആനന്ദത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക വ്യക്തിത്വം, അതിനിപ്പോ നമ്മുടെ നാട്ടിൽ പറയുന്ന സ്വത്വം എന്ന് വെച്ചാൽ നിങ്ങൾ ബേജാറാവണ്ട. ഇനിയിപ്പം മലയാളികളോട് ഇപ്പൊ പറയേണ്ടത് പച്ച മലയാളത്തിൽ ഐഡന്റിറ്റി എന്നാണ്. അങ്ങനെ മലയാളിക്ക് മനസ്സിലാവുന്ന സ്ഥിതിയാണ്. നമ്മള് മലയാളികൾ എന്ന് പറയുമ്പോൾ, മലയാളം എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിക്കരുത് നമ്മൾ. അതായത് ഇത് കുറെ വാക്കുകളുടെയും വാക്യങ്ങളുടെയും വ്യാകരണത്തിന്റെയും ഒരു കളിയാണ് എന്ന് ഞാൻ ആദ്യം പറയാം. ഈ മലയാളം എന്നുള്ള വാക്ക് എത്രയോ കാലം നമ്മുടെ ദേശനാമമായി. കേരളവാണ്യം എന്നുള്ള പുസ്തകമാണ് നമ്മുടെ ഏറ്റവും ആധികാരികമായ വ്യാകരണ. അത് തുടങ്ങുന്ന അങ്ങനെയാണ്. മലയാളം എന്നത് തുടക്കത്തിൽ ദേശനാമമായിരുന്നു. രാജ്യത്തിന്റെ പേര് നമ്മൾ ബ്രിട്ടീഷുകാരെ പറയുന്നത് ഇംഗ്ലീഷുകാരില്ല, അറബികൾ. അപ്പോ ഇതൊക്കെ ഭാഷ. അപ്പോ ഭാഷ എന്ന് പറയുന്നത് ആ മണ്ണാണ്, അവിടുത്തെ ആളുകളാണ്, അവിടുത്തെ ജീവിത രീതിയാണ്, അവിടുത്തെ ധാരാളം വാക്കുകളാണ്, അവിടുത്തെ പാട്ടാണ്. ആൻഡ് ഇനിയിപ്പം മലയാളത്തിൽ പറഞ്ഞേക്കാം വാട്ട് നോട്ട്. ഇപ്പൊ മനസ്സിലായി.
ഞാൻ പറയാം. മലയാളം എന്ന് പറയുന്നത് കടുമാങ്ങ അച്ചാറാണ്, കുടത്തിൽ വെച്ച വെള്ളമാണ്, കനലിൽ ചുട്ട പപ്പടമാണ്, പൊടിയേരിക്കഞ്ഞാണ്. ആലോചിച്ച് നോക്കൂ, മലയാളികൾ ആക്രമിച്ച് ദുബായ് കീഴടക്കിയിരുന്നു വിചാരിക്കുക. ദുബായ് കീഴടക്കിയിരുന്നെങ്കിൽ അവിടുത്തെ അറബി കവികൾ കനലിൽ ചുട്ട പപ്പടത്തെ പറ്റി കവിത എഴുതും. കാരണം എന്താ, രാജാവിന്റെ ഭക്ഷണമാണല്ലോ മുന്തിയ ഭക്ഷണം, അമൃതയത്ത് എന്നാ പറഞ്ഞത്. അപ്പോ നമ്മുടെ ചവിട്ടിപ്പോയാൽ തൊട്ട് നെറുകി വയ്ക്കുന്നതിൽ ഒരു മലയാളമുണ്ട്. മലയാളം എന്ന് പറയുന്നത് ഈ ഞാൻ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ കണ്ടു എന്നുള്ള പൂർണ്ണക്രിയാരൂപമോ സുന്ദരനായ എന്ന വിശേഷണ പദമോ മാത്രമല്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് അനുഭവമുള്ളൂ. വഴി പോകുന്ന ഒരാള് നിങ്ങളോട് ചോദിക്കും മലയാളിയല്ലേ, അപ്പൊ നമ്മളെന്ത് പറയും? അല്ല. ഉത്തരം വേണ്ട. ഇനിയിപ്പോ നമ്മൾ ആണെന്നോ ഉടനെ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കണ്ടപ്പോ മനസ്സിലായി. അതിന്റെ അർത്ഥം ഈ നടന്നുപോയ നിങ്ങളാണ് മലയാളം അല്ലേ? അല്ലേ? അതാ മലയാളം എന്ന് പറയുന്നത്. നോക്കിയാൽ കാണും നിങ്ങളത്. നിങ്ങളുടെ മകനാണത്, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ പേരക്കുട്ടിയാണ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. ശരീരഭാഷ എന്ന് ഇംഗ്ലീഷ് പറയും. അറിയിച്ചു, മലയാളം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങളിലോ എം ടി വാസുദേവൻ നായരുടെ പുസ്തകങ്ങളിലോ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിലോ കാവാലത്തിന്റെ നാടകങ്ങളിലോ സുരാസുവിന്റെ കവിതകളിലോ ഉള്ള സാധനം അല്ല. അതുമാണ് മലയാളം. പിന്നെ എന്റെ കഞ്ഞികുടി മലയാളമാണ്, എന്റെ മുണ്ടെടുക്കൽ മലയാളമാണ്, എന്റെ സലാം മലയാളമാണ്, ഞാൻ തന്നെയാണ് മലയാളം. ഏറ്റവും അധികം മലയാളികളുള്ള നഗരം ഏതാണ്? എക്സർസൈസ് എക്സസൈസ് അത് എഴുതിക്കൊണ്ടിരിക്കണ്ടേ? എഴുതിക്കൊണ്ടില്ല. അതെ, കൊച്ചി ആയിരിക്കും എന്ന് പറയുന്നൊരു കോമൺ സെൻസ് ഉണ്ട്. പക്ഷേ ആളുകൾ പറയുന്നു അത് ബോംബെയാണ്. ഇപ്പോൾ മുംബൈ എന്ന് ഞാൻ പ്രസംഗം തുടങ്ങിയ പേര് മാറ്റിയില്ല എന്നുള്ള കണക്കിലേക്ക് പറയും. കാരണം 4 or 5 തലമുറയായി അവിടെ ലക്ഷക്കണക്കിന് മലയാളികൾ. നമ്മൾ അതിന്റെ ഒരു കണക്ക് നോക്കി മലയാളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിയണം നമുക്ക്. ഇതിന് പേര് അഹമ്മദാബാദ് മലയാള സമാജം ആക്കാൻ പോകണം. ഇതോടുകൂടി അങ്ങനെയാണ്. മലയാളം എന്ന് പറയുന്നത് അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയുടെ കുട്ടിയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടാവും. അവരൊരിക്കലും കേരളം കണ്ടിട്ടുണ്ടാവില്ല, അവരൊരിക്കലും മലയാളം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല, എഴുതാൻ പഠിച്ചിട്ടുണ്ടാവില്ല, വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആണെങ്കിലും ബാന്ദ്രയിലോ ദാദറിലോ വെച്ച് അവിടെ കണ്ടപ്പോൾ മലയാളിയാണ്. അതിന് പേര് ബോംബെ മലയാളി. അമേരിക്കൻ മലയാളി എന്നൊരു ചരക്കുണ്ട്. ഞാൻ അവിടെ പോയി നോക്കുമ്പോ അവർ അമേരിക്കൻ പൗരന്മാരാണ്. അപ്പോ എങ്ങനെ മാച്ചാലും തൂത്താലും പോവാത്ത ജാത്യാരുള്ളത്? നിങ്ങൾക്ക് ജാത്യാരുള്ളത് നിങ്ങളുടെ നമ്പൂരിയാണ്, നായരാണ്, മാപ്പിളയാണ്, കോൺഗ്രസ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ്, BJP ആണെന്നുള്ളതല്ല ഈ മലയാളം.